ഭർത്താവ് കള്ളു കുടിച്ചാൽ അത് സഹിക്കാം, അടിച്ചാൽ അതും സഹിക്കാം. മറ്റൊരു സ്ത്രീക്കൊപ്പം അവിഹിത ബന്ധമുണ്ടെങ്കിൽ അതും സഹിക്കുന്ന ഒരുപാട് സ്ത്രീകൾ നമുക്കിടയിലുണ്ട്. മനുഷ്യന്മാരാണ്, തെറ്റുപറ്റാം, ശരിയാണ്. ഒരു തവണ തെറ്റ് ചെയ്തു, ക്ഷമിച്ചു. രണ്ടാമത്തെ തവണയും ചെയ്തു, ക്ഷമിച്ചു. മൂന്നാമത്തെ തവണയും ഈ തെറ്റ് ചെയ്തു, ക്ഷമിച്ചു. നാലാമത്തെ തവണയും വീണ്ടും വീണ്ടും ഈ തെറ്റ് ചെയ്തുകൊണ്ടേയിരുന്നു. ക്ഷമിക്കാമോ? ക്ഷമിക്കരുത്. കാരണം ഇയാളുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്ന സ്വഭാവമാണിത്. പിന്നെ തന്റെ തെറ്റെന്താണെന്ന് മനസ്സിലാക്കി പശ്ചാത്തപിച്ച് ചെയ്ത തെറ്റുകളെല്ലാം തുറന്നേറ്റു പറയാൻ മനസ്സ് കാണിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഒരു പരിധിവരെ നമുക്ക് അവരെ വിശ്വസിച്ച് കൂടെ നിർത്താം. അറ്റ്ലീസ്റ്റ് ചെയ്ത തെറ്റെന്താണെന്ന് തുറന്നു പറയാനുള്ള മനസ്സെങ്കിലും കാണിച്ചു എന്ന് നമുക്ക് കരുതാം. പക്ഷെ ചില ആളുകൾ അങ്ങനെയല്ല. തന്റെ തെറ്റുകൾ അത് മറയ്ക്കാൻ 100 നുണകൾ പറഞ്ഞെടുക്കും. അതുമാത്രമല്ല, പങ്കാളിക്കെതിരെ ഇല്ലാത്ത കഥ പറഞ്ഞ് മെനഞ്ഞുണ്ടാക്കി തന്റെ ഭാഗം ന്യായീകരിക്കുന്ന ഒരാളാണെങ്കിൽ ഒരു കാരണവശാലും അയാളെ കൂടെ നിർത്തരുത്. കാരണം നമ്മുടെ ശരീരത്തിൽ എവിടെയെങ്കിലും ക്യാൻസർ വന്നാൽ അത് നമ്മുടെ ശരീരഭാഗമല്ലേ എന്ന് കരുതി അവിടെ തന്നെ വെക്കാറുണ്ടോ? ഇല്ല. അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ജീവനും കൊണ്ടേ പോകത്തുള്ളൂ. അത്രയേ ഉള്ളൂ. ഭർത്താവ് കള്ളു കുടിച്ചാൽ